കോട്ടയം മണർകാട് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്നും വാങ്ങിക്കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം ഉണ്ടായിരുന്നതായി പരാതി. അങ്ങാടിവയൽ സ്വദേശികളുടെ മകനെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പോലീസിനും കളക്ടർക്കും പരാതി നൽകി. കോട്ടയത്ത് ഐ.സി.ജി കൊണ്ടുവന്നതായിട്ട് തന്നെ കൊച്ചിന്റെ സ്റ്റൊമക് ഫ്ലൂയിഡും ബ്ലഡും യൂറിൻ സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് കൊച്ചിന് സ്റ്റൊമക് വാഷും കൊടുത്തു. അന്ന് കൊച്ചിനെ ഐ.സിയിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ സ്കൂളിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഞങ്ങൾക്ക് ആ ചോക്ലേറ്റിന്റെ കവർ അയച്ചു തന്നു. ഈ മിഠായിയാണ് കുഞ്ഞ് കഴിച്ചതെന്നും പറഞ്ഞിട്ട്. അത് ഡയറി മിൽക്കിന്റെ കവറായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കുഞ്ഞ് ഐ.സി.യു കിടന്നു. അപ്പോൾ മാറ്റമൊന്നും ഇല്ലാഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബുധനാഴ്ച കുഞ്ഞിനെയായിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. അവിടെയും കൊണ്ടുവരുന്ന കൊച്ചിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൊച്ചിന് ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു, BP ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, സംഭവത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നുണ്ടോ? പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ, അതായത് കുട്ടിയുടെ രക്ഷിതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ വലിയ രീതിയിൽ ഉറക്കത്തിലായിരുന്നു, ക്ഷീണം അനുഭവപ്പെട്ടിരിക്കുകയായിരുന്നു, പൂർണ്ണമായും കിടക്കുകയായിരുന്നു, വിളിച്ചിട്ട് എഴുന്നേൽക്കാത്ത സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ ബന്ധുക്കൾ രക്ഷാകർത്താക്കൾ ബളവാതൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവർ വിളിച്ച് സ്കൂൾ അധികൃതരുമായി അന്വേഷിച്ചപ്പോഴാണ് ക്ലാസ്സിൽ ഒരു ചോക്ലേറ്റ് കഴിച്ചിരുന്നു, അതിനുശേഷം ക്ലാസ്സിൽ വെച്ചും ഇത്തരത്തിൽ ഉറക്കം തന്നെയാണ് ഉണ്ടായിരുന്നത്. അധ്യാപകർ മുഖമെല്ലാം കഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി എന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് നടത്തിയ വിശദമായിട്ടുള്ള വിദഗ്ധ പരിശോധനയിലാണ് ഒരു ബെൻസോഡയാപിസ് എന്ന് പറയുന്ന ഒരു രാസവസ്തു അത് കണ്ടെത്തിയത്, കുട്ടിയുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥയ്ക്ക് നൽകുന്ന മരുന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇതെത്തിയത്, ഇത്തരം രാസവസ്തുക്കൾ എത്തിയത് എന്നുള്ളതാണ് സംശയം. പ്രത്യേകിച്ച് ഈ ചോക്ലേറ്റിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിന്നാണോ എത്തിയത് എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത്. രക്ഷകർത്താക്കളും ഇത്തരത്തിൽ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബന്ധുക്കൾ. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.